മഹാനവരാത്രി. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഉത്സവമായിരുന്നു നവരാത്രി. പ്രധാന കാരണം മുഴുവൻ സമയമിരുന്ന് പഠിക്കുന്നവർ പോലും കളിക്കാൻ വരുന്ന ദിവസമാണെന്ന്. ഗ്രന്ഥം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പുസ്തകവും കൈകൊണ്ട് തൊടാൻ പാടില്ല. എന്തു മനോഹരമായ ആചാരങ്ങൾ! നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകം, വാദ്യോപകരണങ്ങൾ, പണിയായുധങ്ങൾ ഇവയെല്ലാം പൂജിക്കുന്ന ദിവസം. ഇവയിലൊക്കെ ദൈവത്തിനെ കാണുന്ന സംസ്കാരം. എന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ആഘോഷത്തിന്റെ മഹത്വത്തെപ്പറ്റി? ലോകത്തൊരിടത്തും കാണാത്തത്ര മാഹാത്മ്യമുള്ളതാണ് മഹാനവരാത്രി. അതിൽ ഏറ്റവും പ്രധാന കാരണം പ്രകൃതിയെ, അതായത് പ്രകൃതിയുടെ പ്രതിരൂപമായ സ്ത്രീത്വത്തെ ആരാധിക്കുന്ന 9 ദിവസങ്ങളാണ് മഹാനവരാത്രി. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ 9 അവസ്ഥകളെയാണ് 9 ദിവസങ്ങളായി ആരാധിക്കുന്നത്. ചെറിയ പെൺകുട്ടി മുതൽ ആർത്തവ വിരാമം കഴിഞ്ഞ് പൂർണ്ണതയിലെത്തുന്ന ഒരു സ്ത്രീയുടെ വിവിധ ഘട്ടങ്ങളാണ് നവരാത്രിയിൽ ആരാധിക്കുന്നത്. 1-ാമത്തെ ദിവസം കൊച്ചു പെൺകുട്ടിയായ ശൈലപുത്രിയെ ആരാധിക്കുന്നു. 1-ാമത്തെ ദിവസം ബാല്യം, വിശുദ്ധി, നിർമ്മലത എന്നീ ഭാവങ്ങളാണ് ശൈലപുത്രിക്കുള്ളത്. 2-ാമത്തെ ദിവസം ബ്രഹ്മചാരിണി, വിദ്യാർത്ഥിയായ യൗവനയുക്തയായ പാർവതി ദേവിയെ ആരാധിക്കുന്നു. 2-ാമത്തെ ദിവസം അധ്യയനം, ജ്ഞാനം എന്നീ ഭാവങ്ങളാണ് ബ്രഹ്മചാരിണി ദേവിക്ക്. 3-ാം ദിവസം ചന്ദ്രകണ്ഠാദേവി, ചന്ദ്രനെ തലയിൽ ചൂടിയ ദേവി. പരമേശ്വരനെ കല്യാണം കഴിച്ചുള്ള സൗന്ദര്യ ഭാവം ശിവനുമായി ചേർന്നത് കാണിക്കാനാണ് ചന്ദ്രനെ തലയിൽ ചൂടിയ സങ്കല്പത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ശിവ എന്നും പരമേശ്വരി എന്നും മഹാരാജ്ഞി എന്നുമൊക്കെ ചന്ദ്രകണ്ഠാദേവിയെ വിശേഷിപ്പിക്കുന്നു. അർദ്ധനാരീശ്വരന്റെ സങ്കല്പം തന്നെ. 3-ാമത്തെ ദിവസം സൗന്ദര്യം എന്ന ഭാവത്തിൽ പ്രകൃതിയെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നു. 4-ാമത്തെ ദിവസം കൂഷ്മാണ്ഡ ദേവിയാണ്. കൂഷ്മ അണ്ഡ, പ്രകൃതിയെ ഗർഭം ധരിച്ചവൾ. സ്ത്രീയാണ് പ്രകൃതി എന്ന മഹത്തായ സന്ദേശം നമ്മെ കാണിക്കുന്ന ദേവീ സങ്കല്പം ഗർഭിണിയായ പാർവതി ദേവി. ഒരു സ്ത്രീയിൽ മാതൃഭാവം ഏറ്റവും പ്രകടമാകുന്ന സ്ഥിതി. ശാരീരികമായ വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന അവയെയൊക്കെ സ്വയം തരണം ചെയ്യാൻ കഴിവുള്ള സമയം. 5-ാമത്തെ ദിവസം സ്കന്ദമാത, ഭഗവാൻ കാർത്തികേയനെ മടിയിലിരുത്തിയിട്ടുള്ള പാർവതി ദേവിയുടെ സങ്കല്പം. 5-ാമത്തെ ദിവസത്തെ ലളിതാ പഞ്ചമി എന്നാണ് പറയുക. ഏറ്റവും ആനന്ദം തരുന്ന ദിവസമാണത്രേ ലളിതാ പഞ്ചമി ദിവസം. മാതൃത്വമാണ് 5-ാം ദിവസത്തെ ഭാവം. സ്ത്രീത്വം എന്നതിന്റെ പൂർണ്ണതയാണ് മാതൃത്വം. ലോകത്തിലുള്ള എന്തിനേയും സ്നേഹം കൊണ്ട് തരണം ചെയ്യാൻ കഴിവുള്ള അമ്മ, അതാണ് സ്കന്ദമാത. 6-ാമത്തെ ദിവസത്തിൽ കാത്യായനി ദേവിയാണ് സങ്കല്പം. കർമ്മപൂർത്തീകരണത്തിന് ശേഷമുള്ള മധ്യവയസ്കയായ സ്ത്രീയുടെ രൂപമാണ് കാത്യായനി ദേവിക്ക്. ഗാംഭീര്യവും ധൈര്യവും ശക്തിയുമുള്ള ദേവി. 7-ാം ദിവസം കാളരാത്രി ദേവിയാണ് സങ്കല്പം. ആർത്തവ വിരാമം പ്രാപിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായി ഇതിനെ കണക്കാക്കുന്നു. ദേവിയുടെ പേര് പോലെ തന്നെ ദുരിതമുള്ള രാത്രി